അപ്പോൾ തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിന്റെ ബാക്കിയാണ്. അത് ഫസ്റ്റ് യൂണിറ്റ് മൊഡ്യൂൾ 1 സെറ്റ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1, നമുക്ക് ആൻസർ ചെയ്യാം. ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ് എന്നാണ് ചോദ്യം. ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡൊമൈൻ കുറച്ച് ഫോമാറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാനുള്ള വഴികളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇതല്ലാത്ത വേറൊരു ടൈപ്പ്. അപ്പം ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു എക്സ്പ്രഷൻ വന്നാൽ അതിൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? റൂട്ടിൻ്റെ അകത്ത് ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരാൻ പാടില്ല, അല്ലേ? ന്യൂമറേറ്ററിലാണെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നെടുക്കണം. ഡിനോമിനേറ്ററിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 എന്നെടുക്കണം. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ റൂട്ടിന്റെ അകത്ത് ഇവിടെ ഡിനോമിനേറ്റർ എക്സ്പ്രഷൻ വന്നതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമ്മൾ ചൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ആ റൂട്ടിന്റെ ഉള്ളിലുള്ള എക്സ്പ്രഷൻ മോഡ് എക്സ് മൈനസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമ്മൾ ചൂസ് ചെയ്യും. ഇത് ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് എപ്പോഴാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഫോർ ദാറ്റ് നമുക്ക് രണ്ട് കേസ്, മോഡ് എക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ട് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കും. എക്സ് പോസിറ്റീവ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് ആരാ? എക്സ് തന്നെയാണ്, അല്ലേ? മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് ഗ്രേറ്റർ ദാൻ 0 ആവണം, ഇത് 0 ആവാൻ പാടില്ല. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 0 വരില്ല, അല്ലെ? പിന്നെ ഒബിയസ്ലി എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും, അല്ലെ? നോക്കാം നമുക്ക്. എക്സ് ലെസ് ദാൻ 0 എന്താ സംഭവിക്കുക? എക്സ് ലെസ് ദാൻ 0 കൊടുത്താൽ മോഡ് എക്സിന്റെ വാല്യൂ മൈനസ് എക്സ് എന്ന് കിട്ടും. മൈനസ് എക്സ് ഇസ് മൈനസ് 2x എന്ന് വരും, അല്ലെ? മൈനസ് 2x എന്ന് വരും. ഒബിയസ്ലി അതെന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. കാരണം എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് 2x. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇത് നെഗറ്റീവിടെ ഫ്രണ്ടിൽ ഇല്ലേ? പിന്നെ എങ്ങനെയാണ് അത് ഗ്രേറ്റർ ദാൻ 0 എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ഇവിടെ ഫ്രണ്ടിൽ -2 ഉണ്ട്, എക്സും നെഗറ്റീവാണ്. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഇത് പോസിറ്റീവ് വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? ലെസ് ദാൻ 0 ആയിരിക്കണം. എക്സിന് 0 ഇവിടെ കൊടുക്കാൻ പറ്റില്ല, കാരണം ഡിനോമിനേറ്ററിൽ 0 ആയി പോകും. എക്സിന് 0 നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഡൊമൈൻ. ഏതാണ് നമ്മുടെ ഡൊമൈൻ? ഡൊമൈൻ ഇസ് എക്സ് ലെസ് ദാൻ 0. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ -∞ മുതൽ 0 വരെ. ഓപ്പൺ ഇന്റർവൽ -∞ ടു 0. സംഭവം കിട്ടിയോ? ഓപ്പൺ ഇന്റർവൽ -∞ ടു 0. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? റൂട്ടിന്റെ അകത്ത് വരുന്ന എക്സ്പ്രഷന്റെ ഡൊമൈൻ ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റൂട്ടിന്റെ ഉള്ളിലുള്ള വാല്യൂ ഒരു കാരണവശാലും നെഗറ്റീവ് ആവരുത്. നെഗറ്റീവ് ആയാൽ കോംപ്ലക്സ് ആവും. നമ്മൾ പറയുന്ന ഫംഗ്ഷൻ ഒക്കെ ഇഫ് ഇറ്റ് ഇസ് നോട്ട് സ്പെസിഫൈഡ് അതർവൈസ് ഇറ്റ് ഇസ് റിയൽ ഫംഗ്ഷൻസ്. സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ മാത്രം നിങ്ങൾ കോംപ്ലക്സിന്റെ കാര്യമൊക്കെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ റിയൽ ഫംഗ്ഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ 0. ഡിനോമിനേറ്ററിൽ അല്ലായിരുന്നു, ന്യൂമറേറ്ററിൽ ആയിരുന്നെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാമായിരുന്നു, അല്ലേ? അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 0 എഴുതി. ഗ്രേറ്റർ ദാൻ 0 മോഡുലസ് ഉള്ളതുകൊണ്ട് അതിനെ രണ്ട് കേസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എഴുതി. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഈ വാല്യൂ 0 എന്ന് കിട്ടും. 0 നമുക്ക് പറ്റില്ല. എക്സ് ലെസ് ദാൻ 0 എടുത്തു, അത് -2x എന്ന് കിട്ടിയ -2x ഗ്രേറ്റർ ദാൻ 0 ആണോ? എങ്ങനെയാ? എക്സ് ലെസ് ദാൻ 0 ആയതുകൊണ്ടാണ് -2x ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് -∞ ടു 0. ഓപ്പൺ ഇന്റർവെല്ലേ വരുള്ളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ? ഈ കാണുന്ന റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ y = 5/2x - 10? റേഞ്ച് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഡൊമൈൻ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 കൊടുത്താൽ മതി. പക്ഷെ റേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലേ? അപ്പൊ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, റേഞ്ച് ഓഫ് എഫ് ഈസ് ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ്. എഫിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആണ്. എന്തെഴുതും? എഫിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആണെന്ന് എഴുതും. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് 5/2x - 10 ആണ്. അതൊന്നും അതിന്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാറുള്ളത്? നമുക്കറിയാം, y = f of x എന്ന് എടുക്കുക. എന്നിട്ട് ഇത് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കുക ഇൻ ടേംസ് ഓഫ് y. ആ വൈയിലുള്ള എക്സ്പ്രഷനിൽ y ഒക്കെ മാറ്റിയിട്ട് എക്സ് കൊടുത്താൽ അത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആയി, അല്ലേ? അതാണ് ഇവിടുത്തെ പ്രോസസ്.
അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 5/2x-10 എന്നുള്ള വാല്യൂ ആണുള്ളത്. ക്രോസ് ചെയ്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ഇതിനകത്ത് നിങ്ങളുടെ ക്രോസ് ചെയ്താൽ 2x-10 ഇൻറ്റു y ഈക്വൽ ടു 5. അപ്പോൾ 2xy മൈനസ് 10y ഈക്വൽ ടു 5. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, y ഇൻ ടേംസ് ഓഫ് y. അപ്പോൾ നമുക്ക് ആ എക്സിൻ്റെ ടേം അവിടെ നിർത്താം. 2xy ഈക്വൽ ടു 10y മൈനസ് 5, സോറി 10y പ്ലസ് 5. ദർഫോർ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ 2y ഡിവൈഡ് ചെയ്യുക. എക്സ് ഈക്വൽ ടു 10y പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2y അല്ലേ. അപ്പോൾ ദർഫോർ ഇതാണ് നമ്മുടെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഈ കാണുന്ന എക്സ്പ്രഷനിൽ എക്സ് ഒക്കെ മാറ്റിയിട്ട് എന്ത് കൊടുക്കുക, സോറി y ഒക്കെ മാറ്റിയിട്ട് എന്ത് കൊടുക്കുക, എക്സ് കൊടുക്കുക. 10x പ്ലസ് 5/2x എന്ന് കിട്ടും. ഓക്കെ, ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ ആണ് നമ്മൾ നോക്കേണ്ടത്. എഫ് ഇൻവേഴ്സ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ് നോക്കാം. എന്താണ് ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ്? ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ്, യെസ് കറക്റ്റ് ആണ് കേട്ടോ. ഈ ഡിനോമിനേറ്റർ എന്താവരുത്, 0 ആവരുത്. 2x നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് 0 ആവരുത്, ബാക്കി വരുന്ന എല്ലാ റിയൽ നമ്പറുകളും വരും. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? -∞ to 0 യൂണിയൻ 0 to ∞. 0നെ മാത്രം ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക് r മൈനസ് സെറ്റ് 0 ഇങ്ങനെ എഴുതാറുണ്ട് കേട്ടോ. r മൈനസ് സെറ്റ് 0 ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. r മൈനസ് സെറ്റ് 0 ഓപ്ഷൻ ബി കറക്റ്റ് ആണല്ലോ. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കാം. Which of the following is the inverse of the function f of x equal to e raised to 2x? e raised to 2x ന്റെ ഇൻവേഴ്സ് എന്താണ് എന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? e raised to 2x ന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇപ്പൊ നമ്മൾ എന്താണോ ചെയ്തത് ആ പ്രോസസ്സ് തന്നെ ചെയ്യാം അല്ലെ. പക്ഷെ അവിടെ നിന്ന് എക്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇത് ഇ റേസ് ടു ആണ്, അതുകൊണ്ട് ചെറിയൊരു മോഡിഫിക്കേഷൻ. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ദാറ്റ് ഇസ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 2x. ഈ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും ലോഗ് എടുക്കും. ഈ കളയാൻ വേണ്ടി, എക്സ്പോണൻഷ്യൽ കളയാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ലോഗ് എടുക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്? ln ഓഫ് ഇ റേസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ, ln എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗ് എടുക്കും കേട്ടോ. ഇ റേസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് അല്ലേ. നമുക്കറിയാം, നമ്മളിങ്ങനെ പഠിച്ചിട്ടില്ലേ, ലോഗ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നതും എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? രണ്ട് സൈഡിലും ലോഗ് എടുക്കാം. ലോഗ് എടുക്കുമ്പോൾ ln y ഈക്വൽ ടു, ഇവിടെ ഓപ്ഷനിൽ ln ഉള്ളതുകൊണ്ടാണ് ഞാൻ ln എടുക്കുന്നത് കേട്ടോ. ലോഗ് ആയിരുന്നെങ്കിൽ ലോഗ് എടുക്കായിരുന്നു. ഇ റേസ് ടു 2x. ലോഗിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലോഗ് ബേസ് 10 ആയിട്ട് വരുന്നതാണ്. നമ്മൾ നോർമലി ലോഗ് യൂസ് ചെയ്യുന്നു മാത്രം. ലോഗ് LOG യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസ് എന്തായിരിക്കണം? 10 ആയിരിക്കണം അല്ലേ, നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സൈഡിലും ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? ലോഗ് y ഈക്വൽ ടു, ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2x എന്ന് കിട്ടും. ഫ്രം ദിസ് എക്സസ് 1/2 ലോഗ് y അല്ലേ. ദാറ്റ് ഇസ് എക്സസ് അഗെയിൻ ഈ 1/2 എന്നുള്ളത് റൂട്ട് ആക്കി നമുക്ക് എഴുതാം, പവർ ആക്കിയിട്ട്. അപ്പോൾ ലോഗ് y റേസ് ടു 1/2 എന്ന് വെച്ചാൽ റൂട്ട് y ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ എഫ് ഇൻവേഴ്സ് ആയി. എന്തായി? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സസ് ലോഗ് റൂട്ട് എക്സ്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സസ് ലോഗ് റൂട്ട് എക്സ്. ജി ഓഫ് എക്സസ് ലോഗ് റൂട്ട് എക്സ്. ശരിയല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ക്ലിയർ? ഇവിടെ നമ്മൾ ഈ ഒരു കാര്യം കൂടെ ഓർത്തു വെച്ചോളൂ. ഇതിന്റെ കൂടെ തന്നെ ലോഗ് എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്? ബി ലോഗ് എ എന്ന് എഴുതാറുണ്ട് അല്ലെ. അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കേട്ടോ, ഈ പവർ 1/2 ഉള്ളത് റൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്ന മെത്തേഡ് ഇതാണ്, ഈക്വേഷൻ ആണ്. ഓക്കെ, റൈറ്റ്. നാലാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 4. The inverse of the function y equal to e raised to x plus e raised to minus x by e raised to x minus e raised to minus x. ഇതൊക്കെ സെറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.
ഒന്നും തന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും എടുക്കുന്നില്ല, എല്ലാം സെറ്റിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട്, ഇത് തന്നെ കുറേ തവണ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്ങനെയാ ചെയ്യാം? ഇവിടെ നമുക്ക് ആ ഇ റേസ് ടു സെയിം മെത്തേഡിലാണ് ചെയ്യേണ്ടത് അല്ലേ? എക്സ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്നാണ് ഉള്ളത് അല്ലേ? ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതും. ഇ റേസ് ടു എക്സ് പ്ലസ് ഈ ഇ റേസ് ടു മൈനസ് എക്സിനെ 1 ബൈ ഇ റേസ് ടു എക്സ് എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ again ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ ഇ റേസ് ടു എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 1. ഡിനോമിനേറ്ററിൽ രണ്ടിൻ്റെയും എന്തുണ്ടാവും? ഒരു ഇ റേസ് ടു എക്സ് കാണൂട്ടോ, അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നൗ ഇ റേസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ നമുക്ക് ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് ഇത് എങ്ങനെ എഴുതാം? ഇ റേസ് ടു 2x പ്ലസ് 1 ബൈ ഇ റേസ് ടു 2x മൈനസ് 1. ഇതാണ് y. ഓക്കെ, ഈ y എന്നുള്ളത് ഞാൻ എങ്ങനെ എഴുതുവാണ്? y ഈസ് y ബൈ 1. ഇതെന്തിനാ അങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ എനിക്ക് കോമ്പണന്റോ ഡിവിഡൻഡോ റൂൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. കോമ്പണന്റോ ഡിവിഡൻഡോ റൂൾ, അതല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ അതിനേക്കാൾ എളുപ്പം കോമ്പണന്റോ ഡിവിഡൻഡോ റൂളാണ്. എന്താണ് കോമ്പണന്റോ ഡിവിഡൻഡോ റൂള്? ഓർമ്മയുണ്ടോ? അത് ഇതാണ്, ശ്രദ്ധിക്കുക. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ കോമ്പണന്റോ ഡിവിഡൻഡോ റൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം? എ പ്ലസ് ബി ബൈ എ മൈനസ് ബി, സോറി, എ പ്ലസ് ബി ബൈ എ മൈനസ് ബി വിച്ച് ഇസ് സെയിം ആസ് സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി. ഇങ്ങനെ മാറ്റി എഴുതാം. ഇതാണ് കോമ്പണന്റോ ഡിവിഡൻഡോ റൂൾ. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി എന്ന് എഴുതാം. ഇതിനെ നമ്മൾ കോമ്പണന്റോ ഡിവിഡൻഡോ റൂൾ എന്ന് പറയും. അതിവിടെ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കൂ. ഇതാണ് എ ബൈ ബി, ഇതാണ് സി ബൈ ഡി. ഓക്കെ, എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആ വരിക നോക്കിക്കോളൂ. y പ്ലസ് 1 ബൈ y മൈനസ് 1 വരും. അതായത് എ പ്ലസ് ബി ബൈ എ മൈനസ് ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2x പ്ലസ് ഇ പ്ലസ് 1 പ്ലസ് ഇ റേസ് ടു 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 2x പ്ലസ് 1 മൈനസ് ഇ റേസ് ടു 2x മൈനസ് മൈനസ്, അപ്പോൾ അത് പ്ലസ് ആയി മാറും. ഇങ്ങനെ വരും അല്ലേ? ഓക്കെ, ഇത് സി പ്ലസ് ഡി ആണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇതാണ് സി, ഇതാണ് ഡി, ഇതാണ് സി, ഇതാണ് മൈനസ് ഡി. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ? ദെൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ ഈ പ്ലസ് 1 മൈനസ് 1 കട്ട് ചെയ്ത് കളയാം. ഇ റേസ് ടു 2x ഇ റേസ് ടു 2x കട്ട് ചെയ്ത് കളയാം. ബാലൻസ് വരുന്നത് 2 ടൈംസ് ഇ റേസ് ടു 2x ഡിവൈഡഡ് ബൈ 2. ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്ത് വരും? നമുക്ക് ഇ റേസ് ടു 2x എന്ന് മാത്രം വരും. അത് കളഞ്ഞ് നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ എന്തെടുക്കാം? രണ്ട് സൈഡിലും ലോഗ് എടുക്കാം. അപ്പോൾ കിട്ടുന്നത് എങ്ങനെയാണ്? ലോഗ് ഇ റേസ് ടു 2x ഈസ് ഈക്വൽ ടു ലോഗ് y പ്ലസ് 1 ബൈ y മൈനസ് 1, y പ്ലസ് 1 ബൈ y മൈനസ് 1. ഓക്കെ, ആ ഇ റേസ് ടു 2x എന്തായി മാറും? 2x ആയിട്ട് മാറും അല്ലേ? 2x ആയിട്ട് മാറും. 2x ലോഗ് y പ്ലസ് 1 ബൈ y മൈനസ് 1. അഗെയിൻ നമുക്ക് ഇവിടുന്ന് x കണ്ടുപിടിക്കാം. x ഈക്വൽ ടു 1 ബൈ 2 ലോഗ് y പ്ലസ് 1 ബൈ y മൈനസ് 1. 1 ബൈ 2 ലോഗ് y പ്ലസ് 1 ബൈ y മൈനസ് 1. അതാണ് നമ്മുടെ എഫ് ഇൻവേഴ്സ് അല്ലേ? എങ്ങനെ എഴുതും? അപ്പോൾ നമ്മൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു y ഒക്കെ മാറ്റി എക്സ് ആക്കുക, ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1, എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1. സംഭവം ഇവിടെ കിട്ടിയോ? ആൻസർ ചെയ്ത് വരും എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1, 1 ബൈ 2 ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ ലോഗ് ടു ദ ബേസ് ഇ എന്ന് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇത് എൽ എന്ന് എഴുതിയാൽ മതി. എൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം.
ഓക്കെ, ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? യെസ്, റൈറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അതുപോലെ മറ്റൊന്ന്, അഞ്ചാമത്തെ ചോദ്യം. ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു മോഡ് എക്സ് ഈസ് ഇൻജക്റ്റീവ് ബട്ട് നോട്ട് സർജക്റ്റീവ്, surjective but not injective, bijective, neither injective nor bijective. ഓക്കെ, എന്താണ് ഈ സാധനങ്ങൾ എന്നൊക്കെ അറിയാലോ. ഇൻജക്റ്റീവ് 1 1 അല്ലേ, ഇൻജക്റ്റീവ് 1 1, ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 1 ഫംഗ്ഷൻ. എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2 എന്നെടുത്താൽ എന്ത് കിട്ടും നമുക്ക്? x1 equal to x2 എന്ന് കിട്ടും. ഇനി സർജക്റ്റീവ് അത് ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ y belongs to b there exists x belongs to a such that y equal to f of x അല്ലെ, ഇതാണ് ഓൺ ടു. ഇത് രണ്ടും കൂടെ ചേർന്നാണ് 1 1 ആൻഡ് ഓൺ ടു ആണ് എന്ത്? ബൈജക്റ്റീവ്. 1 1 ഓൺ ടു എന്ന് പറയും, അല്ലെങ്കിൽ ബൈജക്റ്റീവ് എന്ന് പറയും. അറിയാലോ ഇത്രയും കാര്യങ്ങൾ? യെസ്. അപ്പോൾ ഇത് നമുക്ക് ബൈജക്റ്റീവ് ആണോ, 1 1 ആണോ, ഓൺ ടു ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാ കിട്ടുക നോക്കി നോക്കൂ. എന്താണ് നമ്മുടെ എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഇസ് എക്സ് ഇൻറ്റു മോഡ് എക്സ്. ഈ മോഡ് എക്സിന് രണ്ട് ഡെഫിനിഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതും ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ഇൻറ്റു മൈനസ് എക്സ് എന്ന് എഴുതും ഇഫ് എക്സ് ലെസ് ദാൻ 0 അല്ലേ. ദാറ്റ് ഈസ് ഒന്നും കൂടെ എഴുതുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് ഓഫ് എക്സ് സ്ക്വയർ ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ 0. ഇങ്ങനെയല്ലേ എഴുതേണ്ടത് അല്ലേ? നമുക്കറിയാം എക്സ് സ്ക്വയർ കണ്ടാൽ എവിടെ കണ്ടാലും എക്സ് സ്ക്വയർ ഒരിക്കലും എന്തല്ല, 1 1 അല്ല, ഓൺ ടു അല്ല അല്ലേ. റിയൽ നമ്പേഴ്സിൽ എക്സ് സ്ക്വയർ 1 1 അല്ല, ഓൺ ടു അല്ല. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് 1 1 ഓൺ ടു അല്ല എന്ന് എഴുതി വെക്കരുത്. ഇവിടെ ചെറിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ആണ്. ഇവിടെ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് എങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കുക? എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം, y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പരാബോളയാണ് അല്ലേ. ഇങ്ങനെയാ വരയ്ക്കുക. വിത്ത് ആക്സിസ് y ആക്സിസ്, y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ വരയ്ക്കുക? ഓക്കെ, ദെൻ അത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി എക്സ് ലെസ് ദാൻ 0 എങ്ങനെയാ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കേണ്ടത്? മൈനസ് എക്സ് സ്ക്വയർ. മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടേക്കല്ല വരയ്ക്കുക, നേരെ താഴോട്ടാണ് വരയ്ക്കുക, ലൈക്ക് ദിസ്. ഇതാണ് y ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ. എക്സ് ലെസ് ദാൻ 0, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഇങ്ങനെ വരും. യു ഷേപ്പിലാണ് നോർമൽ നമ്മൾ എക്സ് സ്ക്വയർ വരയ്ക്കുക. പക്ഷെ ഇവിടെ രണ്ട് രീതിയിൽ സ്പ്ലിറ്റഡ് ആയിട്ടാണ് ഈ ഫംഗ്ഷൻ ഉള്ളത്. ഒന്ന് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും എക്സ് ലെസ് ദാൻ 0യും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നോർമൽ എക്സ് സ്ക്വയർ ആണ് നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് അങ്ങോട്ട് വരച്ചിട്ടുണ്ട്. നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ എടുത്ത് അതിന് നെഗറ്റീവ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ നേരെ താഴോട്ടാണ് പോകുക. ഓക്കെ, ഇപ്പൊ പറയൂ, ഈ ഫംഗ്ഷൻ 1 1 അല്ലേ? ഈ ഫംഗ്ഷൻ 1 1 ആണ് അല്ലേ? അതിൽ സംശയമൊന്നുമില്ലല്ലോ ആർക്കും. ഇത് 1 1 ആണ്, ഓൺ ടു ആണ്. എല്ലാ റിയൽ നമ്പേഴ്സിനും ഇതിന് ഇമേജ് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സും ഇതിനകത്ത് വരികയും ചെയ്യും അല്ലേ. അപ്പൊ ഇത് 1 1 ആണ്. ഇറ്റ് ഈസ് 1 1 ആൻഡ് ഓൺ ടു, 1 1 ആൻഡ് ഓൺ ടു. മറ്റത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഇപ്പൊ ഇതുപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് 1 1 അല്ല, ഓൺ ടു അല്ല എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? ഇവിടെ രണ്ട് എലമെന്റുകൾ അല്ലെങ്കിൽ ഒരു എലമെന്റിന് അല്ലെങ്കിൽ ഒരു ഇമേജ് വരുമ്പോൾ രണ്ട് പ്രീ ഇമേജുകൾ ഉണ്ടാവും അല്ലെ. 2ന്റെ ഇമേജും 4 ആയിരിക്കും, മൈനസ് 2ന്റെ ഇമേജും 4 ആയിരിക്കും എക്സ് സ്ക്വയറിൽ. അത് പോസിബിൾ അല്ല, 1 1 ആവില്ല. പിന്നെ താഴോട്ട് വരുമ്പോൾ നെഗറ്റീവ് നമ്പറുകളൊന്നും എന്തായിട്ട് വരില്ല, ഇമേജ് ആയിട്ട് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് നോർമൽ എക്സ് സ്ക്വയർ എന്തല്ല എന്ന് പറയുന്നത്, 1 1 ഓൺ ടു അല്ല എന്ന് പറയുന്നത്.
ഇത് നോർമൽ ആയിട്ടുള്ള ഒരു എക്സ് സ്ക്വയർ അല്ല, എക്സ് ഇൻറ്റു മോഡ് എക്സ് ആണ്. It is x square if x greater than or equal to 0 minus x square if x less than 0. It is 1 1 and on 2. ഇത് 1 1 ആണ്, on 2 ആണ്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ അല്ല ഇവിടെ പഠിക്കേണ്ടത് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കാണാതെ പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റഡ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. പക്ഷേ നമുക്ക് എന്തറിയണം, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവണം. എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു, ഇതെന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈസിയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അടുത്തത് 6ാമത്തെ ചോദ്യം. Which of the following is a domain of the real valued function y equal to log of 3x minus x square minus 2? ഈ ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ് എന്നാണ് ചോദ്യം. ഈ ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ അതിന്റെ ലോഗ് ആണ്. കിട്ടും, പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാലേ ഇവിടെ നമ്മളത് 2 കേസുകളൊക്കെ ആയിട്ട് എടുക്കേണ്ടി വരും. 2 ഡിഫറെന്റ് ആയിട്ടുള്ള കേസുകളായിട്ട് എടുക്കേണ്ടി വരും. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഒരു വാല്യൂ, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ വേറെ വാല്യൂ, അങ്ങനെ 2 സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ ഗ്രാഫ് വരച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഗ്രാഫ് അല്ലെങ്കിൽ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2, ദെൻ x1 സ്ക്വയർ ഈസ് ഈക്വൽ ടു x2 സ്ക്വയർ എന്നെഴുതേണ്ടി വരും. ദാറ്റ് ഈസ് എക്സും വൈയും ഇവിടുത്തെ x1 x2 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതിന്റെ പോസിറ്റീവ് റൂട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. x1 ഈക്വൽ ടു x2 1 1 ആണെന്ന് പറയാം. ഇനി അടുത്ത് x ലെസ് ദാൻ 0 അല്ലെ, ഇങ്ങനെ എടുക്കണം. അപ്പോൾ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്തു. അപ്പോൾ x1 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ ഈക്വൽ ടു മൈനസ് x2 സ്ക്വയർ എന്ന് വരും അല്ലെ, നെഗറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെയാണ് വരിക. അപ്പോഴും ഇവിടെ നമ്മൾ ഈ നെഗറ്റീവ് നമ്പർ, ഈ നമ്പറുകൾ നെഗറ്റീവ് നമ്പറുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു x2 സ്ക്വയർ ഈക്വൽ ടു x1 സ്ക്വയർ എന്ന് എഴുതാം. അവിടെ കിട്ടുന്ന റൂട്ടിന്റെ വാല്യൂ, പുറത്ത് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. x1 ഈക്വൽ ടു x2 തന്നെ അഗെയിൻ വീണ്ടും നമുക്ക് കിട്ടും. അങ്ങനെ പ്രൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നേക്കാൾ എളുപ്പം ഇതിൻ്റെയൊക്കെ ഗ്രാഫ് മനസ്സിലാക്കി വെക്കാം. ഗ്രാഫ് മനസ്സിലാക്കി വെച്ചാൽ എക്സ് സ്ക്വയർ ഒക്കെ എളുപ്പമാണ്. എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, മോഡ് എക്സ്, ഇതിൻ്റെയൊക്കെ ഗ്രാഫ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ, ഗ്രാഫുകൾ. യെസ്, അപ്പോൾ 6ാമത്തെ ചോദ്യം നോക്കാം. ഡൊമൈൻ ആണ്, ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു ലോഗിന്റെ ഡൊമൈൻ എങ്ങനെയാണ് നമ്മൾ എഴുതുക, അത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ഇപ്പൊ ലോഗ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മാത്രമാണ്. ലോഗ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മാത്രമാണ്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് ഈ ലോഗ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് അല്ലെ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴേണ് ലോഗ് എക്സിന് വാല്യൂ ഉള്ളൂ. ലോഗിന്റെ വാല്യൂ ലെസ്, നെഗറ്റീവ് നമ്പറിനൊന്നും ലോഗ് നമ്മൾ പറയാറില്ല അല്ലെ. ഓക്കെ, ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഫോർ പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡൊമൈൻ. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്താ നോക്കി നോക്കൂ. y ഈക്വൽ ടു ലോഗ് ഓഫ് 3x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2 ആണ്. അത് ഡിഫൈൻഡ് ആവണമെന്നുണ്ടെങ്കിൽ 3x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം അല്ലെ. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 0 ആവുക എന്നുള്ളത്. ഇതെന്നാ നമുക്കൊരു മൈനസ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ഞാനൊരു മൈനസ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 എന്ന് കിട്ടും. വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇനി ഞാൻ നെഗറ്റീവ് സൈൻ മാറ്റിയാൽ, നെഗറ്റീവ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായി മാറും, ലെസ് ദാൻ 0 ആയിട്ട് മാറും. ഇനിക്വാലിറ്റി മാറ്റാൻ അറിയാലോ എല്ലാവർക്കും. നെഗറ്റീവ് 2 സൈഡിലും മൾട്ടിപ്ലൈ ചെയ്താൽ ഈ നെഗറ്റീവും പോവും, അത് മാത്രമല്ല ഇനിക്വാലിറ്റി റിവേഴ്സ് ആവും ചെയ്യും. Therefore it becomes x square minus 3x plus 2 which is less than 0 എന്നായിട്ട് മാറും. നെഗറ്റീവ് പോയതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ 0 ഉണ്ടായിരുന്നത് ലെസ് ദാൻ 0 ആയത്. ഇതൊന്ന് ഫാക്ടറൈസ് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും, x minus 2 into x minus 1 എന്ന് കിട്ടും, which is less than 0. ഇത് ലെസ് ദാൻ 0 ആവണമെന്നുണ്ടെങ്കിൽ, ഒരു 2 നമ്പറുകളുടെ പ്രോഡക്റ്റ് ലെസ് ദാൻ 0 ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, അതിൽ ഏതെങ്കിലും ഒരു നമ്പർ
ചെറുതും അല്ലെങ്കിൽ ലെസ് ദാൻ സീറോയും ഒരു നമ്പർ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം അല്ലേ? അപ്പൊ രണ്ട് കേസുകളായിട്ട് നമുക്ക് നോക്കാം. രണ്ട് കേസുകളായിട്ട് ആദ്യത്തെ കേസ് നോക്കൂ. എക്സ് മൈനസ് ടു ഗ്രേറ്റർ ദാൻ എക്സ് മൈനസ് ടു ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് എക്സ് മൈനസ് വൺ ലെസ് ദാൻ സീറോ. അപ്പൊ നോക്കൂ, ഇത് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ടു എന്ന് എഴുതാം, ഇവിടെ എക്സ് ലെസ് ദാൻ വൺ എന്ന് എഴുതാം. അങ്ങനെ ഒരു നമ്പർ പോസിബിൾ ആണോ? എക്സ് ഗ്രേറ്റർ ദാൻ ടു ആയിരിക്കണം, എന്നാൽ ലെസ് ദാൻ വണ്ണും ആയിരിക്കണം. രണ്ടിനേക്കാൾ വലുതും ആവണം, ഒന്നിനേക്കാൾ ചെറുതും ആവണം. അങ്ങനെ ഒരു നമ്പർ ഉണ്ടാവും. രണ്ടിനേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ രണ്ടിന്റെ അപ്പുറത്തേക്ക് പോകും, 3, 4, 5 ഇങ്ങനെ പോകും. ഒന്നിനേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാളും ചെറുത്, പൂജ്യത്തിന്റെ അവിടേക്കാ പോവുക. അങ്ങനെ ഒരു നമ്പർ പോസിബിൾ അല്ല അല്ലെ? അപ്പൊ ഇത് പോസിബിൾ അല്ല. ഒന്നാമത്തെ കണ്ടീഷൻ അവിടെ പോസിബിൾ അല്ല. രണ്ടാമത്തെ കേസ് നോക്കൂ, നേരെ തിരിച്ചെടുക്കാം. എക്സ് മൈനസ് ടു ലെസ് ദാൻ സീറോയും എക്സ് മൈനസ് വൺ ഗ്രേറ്റർ ദാൻ സീറോയും. അങ്ങനെ എടുത്താൽ എക്സ് ലെസ് ദാൻ ടു എന്നും എക്സ് ഗ്രേറ്റർ ദാൻ വൺ എന്നും വരും. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് എക്സ് ലെസ് ദാൻ ടു എന്ന് വെച്ചാൽ വൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടു എന്ന് എഴുതാം അല്ലെ? വൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടു എന്ന് എഴുതാം. വൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടു ഏതാ ഇന്റർവെല്? 1, 2. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ശരിയല്ലേ? അടുത്തത് ഏഴാമത്തെ ചോദ്യം നോക്കൂ. The domain of sin inverse x minus 2 by 2 minus log to the base 10 3 minus x. ഇതിന്റെ ഡൊമൈൻ എന്താണ് എന്നാണ് ചോദ്യം. സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇതിന്റെ റിപ്പീറ്റഡ് ആയിട്ട് 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ചെറിയൊരു മോഡിഫിക്കേഷനുള്ള ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചതാണ്. അപ്പൊ രണ്ട് കേസുകളായിട്ട് ചെയ്യണം. സൈൻ ഇൻവേഴ്സിന്റെയും ലോഗിന്റെയും ഡൊമൈൻസ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡൊമൈൻ ആണ് നമ്മൾ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോ സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്താണ് സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ? എങ്ങനെയാണ് നമ്മൾ പറയാം? സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ അല്ലെ? മൈനസ് വണ്ണിന്റെയും വണ്ണിന്റെയും ഇടയിലായിരിക്കും ആരുടെ വാല്യൂ? എക്സിന്റെ വാല്യൂ. സൈൻ ഇൻവേഴ്സ് എക്സിലെ എക്സിന്റെ വാല്യൂ മൈനസ് വണ്ണിന്റെയും പ്ലസ് വണ്ണിന്റെയും ഇടയിലായിരിക്കും. നമുക്ക് അറിയാവുന്ന ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ്. ഓക്കെ, അതായത് സൈനിന്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ കിട്ടുക? മൈനസ് വൺ മുതൽ പ്ലസ് വരെയാണ്. അതാണ് നമ്മൾ എന്തിന് കൊടുക്കുക? ഇൻപുട്ട് ആയിട്ട് സൈൻ ഇൻവേഴ്സിന് കൊടുക്കുക. അപ്പൊ സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആണ് മൈനസ് വൺ ടു പ്ലസ് വൺ കേട്ടോ. ഇത് ഡൊമൈൻ ആണ്, സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ, നമ്മുടെ സൈനിന്റെ റേഞ്ച്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. എവിടെ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ടു ബൈ ടു ആണ്. ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് ടു ബൈ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആണ് അല്ലെ? ദാറ്റ് ഈസ് ഈ ടു രണ്ട് സൈഡിലേക്ക് ക്രോസ് ചെയ്താൽ മൈനസ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു എന്ന് വരും. ഒരു ടു ത്രൂ ഔട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ടു മൈനസ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു പ്ലസ് ടു ആഡ് ചെയ്തേക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഈ സൈഡിലും ഇവിടെ ഈ സൈഡിലുമാണ് ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ദിസ് ഇസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പൊ സൈനിന്റെ ഡൊമൈൻ വന്നിട്ടുള്ളത് എവിടെ മുതൽ എവിടം വരെയാണ്? 0 മുതൽ 4 വരെയാണ് സൈൻ ഇൻവേഴ്സിന്റെ ആദ്യത്തെ ഫംഗ്ഷന്റെ. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. രണ്ടും ഒന്നിച്ച് വേണം. നമുക്കിപ്പോൾ സൈനിന്റെ മാത്രം പോരാ, രണ്ടും കൂടെ വേണം കേട്ടോ. അതുകൊണ്ട് രണ്ടാമത്തെ ലോഗിന്റെ കേസിലേക്ക് വരിക. ലോഗ് 3 മൈനസ് എക്സ് ബേസ് 10 ആണ്. ഒബിയസ്ലി ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 3 മൈനസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. എന്ത് എഴുതാം നമുക്ക്? 3 ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്, അതായത് എക്സ് ലെസ് ദാൻ 3. എക്സ് ലെസ് ദാൻ 3 വരും. ശരിയല്ലേ? അപ്പൊ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആൻഡ് എക്സ് ലെസ് ദാൻ 3 രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർഷൻ ഏതാ? ഇതാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇനി അടുത്തത് എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ നമ്മുടെ മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഇവിടെ ഒരു 3 ഉണ്ടാവും. 3യുടെ അവിടെ ഓപ്പൺ ഇന്റർവൽ ആണ് വരിക. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് അല്ലെ? ഈ ഭാഗം അതെന്താണ്? 0 to 3. ക്ലോസ്ഡ് 0 ഓപ്പൺ 3. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലോസ്ഡ് 3 ഓപ്പൺ, ക്ലോസ്ഡ് 0 ഓപ്പൺ 3. ഓക്കെ, ക്ലിയർ ആണല്ലോ, കൺഫ്യൂഷൻ ഇല്ല. അടുത്തത് 8ാമത്തെ ചോദ്യം നോക്കൂ. ഓക്കെ, ഇത് സെയിം ടൈപ്പ് ക്വസ്റ്റൻ ആണ്, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതിയേ. സെയിം ടൈപ്പ് ആണ്. ആൻസർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം, നിങ്ങൾ ചെയ്താൽ മതി. ഏതായിരിക്കും ആൻസർ വരിക? അതിന്റെ 1-3 ആയിരിക്കും കേട്ടോ. സെയിം ടൈപ്പാണ്, 1-3 ആണ് ആൻസർ വരിക. സോറി, നോട്ട് 1-3, 1-4. 1-3 അല്ല, 1-4. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്, സൈൻ ഇൻവേഴ്സും ലോഗും സെയിം ടൈം ചെയ്താൽ മതി നിങ്ങൾ. അപ്പൊ 8ാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. സ്ക്രീൻഷോട്ട് എടുക്കണ്ട, നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഉണ്ടോ? PDF ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഇതിനകത്ത് ഉണ്ടാവും, PDF-നകത്ത് ഉണ്ടാവുമല്ലോ ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ്. ശരി, അപ്പൊ 8ാമത്തെ ചോദ്യം നോക്കൂ. 8ാമത്തെ ചോദ്യം. The domain of the function f of x equal to 2 by 9 minus x square plus log x cube minus x. log x cube minus x. അപ്പൊ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് അല്ലേ? അപ്പോ ഇവിടെ രണ്ട് ടൈപ്പായിട്ട് ചെയ്യാം. ആദ്യം 2 by 9 minus x സ്ക്വയറിന്റെ ഡൊമൈൻ എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഡൊമൈനിൽ ഈ ഡിനോമിനേറ്റർ 9 minus x square is not equal to 0 എന്നേ പറയാൻ പറ്റും നമുക്ക്. x square is not equal to 9. Therefore, x is not equal to plus or minus 3. x എന്താവരുത്? പ്ലസ് ഓർ മൈനസ് 3 ആവരുത്. +3 ആവരുത്, -3 ആവരുത്. ഓക്കെ, ക്ലിയർ? അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത നമ്മുടെ ലോഗിന്റെ അടുത്തേക്ക് വരാം. ലോഗ് എക്സ് ക്യൂബ് മൈനസ് എക്സ്. ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. എക്സ് ഔട്ട് സൈഡ് എടുത്താൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ നമുക്ക് എഴുതാം? രണ്ട് രീതിയിൽ എഴുതാം. ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോൾ എന്താവണം? രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആവണം. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവണം, എക്സ് സ്ക്വയർ മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആവണം. എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ 1. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് എക്സ് ലെസ് ദാൻ -1. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇവിടെയാണ് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ വരിക. എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് ഗ്രേറ്റർ ദാൻ 0, എക്സ് സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ 1, എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ -1. അതെന്താ അങ്ങനെ വന്നേ? നമ്മൾ മോഡുലസ് മാറ്റുമ്പോൾ എങ്ങനെ മാറ്റാറുണ്ട്? മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതുമ്പോൾ നമ്മൾ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതാറില്ലേ? അതുപോലെയാണ് തിരിച്ച് മോഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നും ആൻഡ് എക്സ് ലെസ് ദാൻ -1 എന്നും എഴുതും. ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എങ്ങനെ എഴുതണം? നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നും ആൻഡ് എക്സ് ലെസ് ദാൻ -1 എന്നും എഴുതണം അല്ലെ? അപ്പൊ ഇവിടെ ഒബ്വിയസ്ലി എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എക്സ് ലെസ് ദാൻ -1 ആവില്ല, ഇതിന്റെ പോസിബിലിറ്റി ഇല്ല. പിന്നെ എന്താ ഉള്ളൂ? എക്സ് ഗ്രേറ്റർ ദാൻ 1ന്റെ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അത് അവിടെ ഇരുന്നു. ഈ പോസിബിലിറ്റി ഇല്ല, അത് നമ്മൾ ഒഴിവാക്കി. കാരണം ഇവിടെ എക്സ് ഓൾറെഡി ഇതിന്റെ കൂടെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് നമ്പറിന്റെ ഭാഗത്തേക്ക് നമ്മൾ പോകണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് ലോഗിന്റെ വാല്യൂ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഏതാണ്? 0 to 0 ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ 1നേക്കാൾ വലുത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 0നേക്കാളും വലുത്, 1നേക്കാൾ വലുത് പറഞ്ഞാൽ ഒബ്വിയസ്ലി 1നേക്കാൾ വലുതായിരിക്കും. അതവിടെ ഇരിക്കട്ടെ. ഇനി അതിന്റെ ശേഷം രണ്ടാമത്തെ കേസ് നോക്കണം. സെക്കൻഡ് കേസിൽ നമ്മൾ എക്സ് ലെസ് ദാൻ 0 എന്നും എക്സ് സ്ക്വയർ -1 ലെസ് ദാൻ 0 എന്ന് എഴുതണം. കാരണം രണ്ടും എന്താണ് ഇവിടെ? പോസിറ്റീവ് ആവുമ്പോഴാണ് ഈ പ്രോഡക്റ്റ് പോസിറ്റീവ് ആവുന്നത്, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവുമ്പോഴാണ് ആ പ്രോഡക്റ്റ് നെഗറ്റീവ് ആവുന്നത്. ഓക്കെ, എക്സ് ലെസ് ദാൻ 0 ഒബിയസ്, കുഴപ്പമൊന്നുമില്ല. എക്സ് സ്ക്വയർ -1 ലെസ് ദാൻ എക്സ് സ്ക്വയർ -1 ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? അവിടെ
എക്സ് ഇസ് ലെസ് ദാൻ 1 എന്ന് എഴുതും. എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 ആണെങ്കിൽ അതിനെ നമുക്ക് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതാം. മോഡുലസ് മാറ്റുന്ന പോലെ. എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതാം. പക്ഷേ ഇതിന്റെ കൂടെയുള്ള എക്സ് ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്? ലെസ് ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 എന്നേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 3 കേസുകളാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഏതൊക്കെയാണ് 3 കേസുകൾ? ഇന്റർവെൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 1ഉം 2ഉം ആണ്. അതേതാണ്? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 മുതൽ അങ്ങോട്ട് മുകളിലോട്ട് പോകും അല്ലെ? അപ്പൊ ഞാൻ എഴുതുമ്പോൾ ഡൊമൈൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക, 1 മുതൽ അങ്ങോട്ട് മുകളിലോട്ട് 1 to അങ്ങനെ പോകും. ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് നമുക്ക് ഓപ്പൺ ഇന്റർവെൽ കിട്ടും. ആദ്യത്തെ കേസാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇത് രണ്ടും ഉണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 1 ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ഇനി അടുത്ത പോർഷനിൽ എന്താ പറയുന്നത്? എക്സ് ലെസ് ദാൻ 0 ആൻഡ് എക്സ് ലെസ് ദാൻ -1 വരെ അല്ലെ? 0 to -1. അപ്പൊ ഞാനിത് -1 മുതൽ 0 വരെ എടുത്തു ഇവിടെ. ഓക്കെ, ഇവിടെ അപ് ടു ഇൻഫിനിറ്റി വരെ പോകും. ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 അപ് ടു ഇൻഫിനിറ്റി വരെ പോകും. പക്ഷെ അതിനിടയ്ക്ക് എന്തൊരു കുഴപ്പമുണ്ട്? ഇവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു +or-3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കണം? -3 ഇവിടെ എന്തായാലും വരില്ല, കാരണം -1 വരെ ഫംഗ്ഷൻ ഉള്ളൂ. -3 പോകുന്നില്ല. എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 3. ആ 3നെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കണം. അതെങ്ങനെ ഒഴിവാക്കും? 1 to 3 and 3 to infinity. 1 to 3 and 3 to infinity. കുറച്ച് പണിയുണ്ട്. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ബുദ്ധിമുട്ടില്ല. യൂണിയൻ എടുത്താൽ മതി, നമ്മുടെ ആൻസർ ആയി. -1 to 0 and 1 to 3 and 3 to infinity. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 2 നമ്പറുകളുടെ പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് എപ്പോഴാണ്, 2 നമ്പറുകളുടെ പ്രോഡക്റ്റ് ലെസ് ദാൻ 0 ആവുന്നത് എപ്പോഴാണ് എന്ന് നോക്കാം. അത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 0 ആവുന്നത്, എപ്പോഴാണ് ലെസ് ദാൻ 0 ആവുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവിടെ 2ന്റെ കേസിൽ, ഈ കേസിൽ പറഞ്ഞത് 2ഉം ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എപ്പോഴാണ് 2ഉം ഗ്രേറ്റർ ദാൻ 0 ആവണം, അല്ലെങ്കിൽ 2ഉം ലെസ് ദാൻ 0 ആവണം. ആ 2 കേസുകളായിട്ടാണ് 1ഉം 2ഉം ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണു. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാം, കാര്യങ്ങൾ ചോദിക്കാം, മനസ്സിലാക്കാം. ആരും മറുപടി ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മറുപടി തരും, പേടിക്കണ്ട. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് 8ാമത്തെ ചോദ്യം. 9ാമത്തെ ചോദ്യം നോക്കൂ. The function f of x equal to log x to the base 2 maps the interval 416 into 416 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിനെ ഈ ഒരു ഫംഗ്ഷൻ എവിടേക്കാണ് മാപ്പ് ചെയ്യുന്നത്, അതിന്റെ ഇമേജ് എന്താണ് എന്ന് നോക്കിയാൽ മതി. അതിന്റെ ഇമേജ് എന്താണ് എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് ഓഫ് 4ഉം എഫ് ഓഫ് 16ഉം എന്താണെന്ന് നോക്കി വെക്കാം. ആ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എന്താണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, നോക്കി നോക്കൂ. f of 4 എന്ന് പറഞ്ഞാൽ log 4 to the base 2. log 4 to the base 2. Okay, that is again ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഞാൻ ഇതിനെ ഒന്ന് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാണ്. log 2 സ്ക്വയർ, 4നെ 2 സ്ക്വയർ എന്ന് എഴുതി. 2 സ്ക്വയർ ടു ദ ബേസ് 2. അഗെയിൻ ഇവിടെ a raised to b ആയതുകൊണ്ട് 2 log 2 to the base 2. ഓക്കെ, 2 into log 2 to the base 2 എന്ന് എഴുതി. ഇനി ലോഗരിതത്തിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, log n to the base n is 1 always. log n to the base n is 1 always. ഈ ഇക്വേഷൻസ് കുറച്ച് ലോഗിന്റെ ഇക്വേഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത് പഠിച്ചു വെക്കാം. അടുത്ത സ്ലൈഡിൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. അതുപോലത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നോക്കി വെച്ചാൽ മതി. അപ്പൊ ഇത് പ്രത്യേകം പഠിച്ചു വെച്ചോളൂ. log n to the base n എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 1 ആണ്. log n to the base n എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആണ്. Therefore we can have this as 2 into 1 that is equal to 2.
ഓക്കെ, അപ്പോൾ 4നെ എങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത്? 2ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതേപോലെ 16 നോക്കുക, എഫ് ഓഫ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് 16 ടു ദ ബേസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം അതിനെ? 16നെ 2 റേസ് ടു 4 എന്ന് എഴുതാം അല്ലേ? ലോഗ് 2 റേസ് ടു 4 ടു ദ ബേസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ലോഗ് 2 to the base 2 that is equal to 4 into 1 that is 4. Therefore this interval 416 is mapped to 2 4. 416 എങ്ങനെയാ മാപ്പ് ചെയ്യുന്നത്? 2 4 ലോട്ടാണ് മാപ്പ് ചെയ്യുന്നത് എന്ന് പഠിക്കാം. 2 4 ലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ലോഗിന്റെ ഗ്രാഫ് എല്ലാവർക്കും അറിയാലോ, ഒരു യു ഷേപ്പ് നമ്മൾ എക്സ് സ്ക്വയർ ഒക്കെ വരച്ച പോലെ തന്നെയുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് പ്രശ്നങ്ങളില്ല. വേറെ എവിടെയും ഇത് വേറെ എന്തെങ്കിലും വാല്യൂ വരുമോ, ആദ്യം അവസാനം മാത്രം നോക്കിയാൽ മതിയോ, നടുക്ക് ചിലപ്പോൾ താഴെയാണെങ്കിലോ, ഇതൊന്നും പ്രശ്നമില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ലോഗ്. Therefore it will be 2 4. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതാണ് 9ാമത്തെ ചോദ്യം. അപ്പോൾ ഈ ഫോമിലൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി, പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ n ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ലോഗ് എടുക്കണം അല്ലേ? ഇവിടെ ലോഗ് എ റേസ് ടു എക്സ് ആയതുകൊണ്ട് ലോഗ് ടു ദ ബേസ് എ ആണ് എടുക്കുക. ഇ റേസ് ടു എക്സ് ആണെങ്കിൽ ലോഗ് ടു ദ ബേസ് ഇ, അതായത് നാച്ചുറൽ ലോഗരിതാണ് നമ്മൾ എടുക്കുക. ln എടുത്താൽ മതി എന്നർത്ഥം. അതായത് ഇ റേസ് ടു എക്സ് n ആണെങ്കിൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? ln ഓഫ് n എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. കാരണം ഇത് രണ്ട് സൈഡിലും ln ഇ റേസ് ടു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ln n എന്ന് എഴുതിയാൽ നമുക്ക് ഇ റേസ് ടു എക്സ് ക്യാൻസൽ ചെയ്തിട്ട് ഇയും ലോഗും ക്യാൻസൽ ചെയ്തിട്ട് എക്സ് എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാൻ പറ്റും. അത് ബേസ് എ ആണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുക എന്ന് മാത്രം. ആ ഒരു ചെറിയ മോഡിഫിക്കേഷൻ ആണെന്ന് വായിച്ചാൽ മതി. ഓക്കെ, ഇതിന്റെ വാല്യൂസ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. ഈ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ നോക്കി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതിന്റെ ബേസ് ചേഞ്ചിങ് റൂളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോഗ് എ ടു ദ ബേസ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ ടു ദ ബേസ് ബി ഡിവൈഡഡ് ബൈ ലോഗ് സി ടു ദ ബേസ് ബി എന്ന് എഴുതാം, വേർ ബി ഈസ് എനി നമ്പർ. ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതാണ് നമ്മൾ നോർമലി പറയാറുള്ള ഇക്വേഷൻ. ലോഗ് എൽ എം ഈസ് ലോഗ് എൽ പ്ലസ് ലോഗ് എം, ലോഗ് എൽ ബൈ എം, ലോഗ് എം മൈനസ് ലോഗ് എൻ, പിന്നെ ലോഗ് എം റേസ് ടു എൻ, എൻ ഇൻറ്റു ലോഗ് എം എന്ന് പറയുന്നത് നോർമൽ ഇക്വേഷൻസ് ആണ് ഇത് നമ്മൾ സാധാരണ എഴുതാറുള്ളത്. ഓക്കെ, ബാക്കി വരുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി എഴുതി വെച്ചാൽ നമുക്ക് PDF ഡൗൺലോഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഇങ്ങനെ ചെയ്യണ്ട. ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങൾ PDF ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് എഴുതി വെച്ചാൽ മതി. റൈറ്റ്, ശരി. അപ്പോൾ അതാണ് ലോഗിൻ്റെ കേസ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ നമ്മൾ പോളിനോമിയൽസ്, അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ആ സാധനങ്ങൾ ഇത്യാദി സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നോക്കാം. പോളിനോമിയൽസ് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ സ്കൂൾ ലെവലിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വെറുതെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വെറുതെ വായിച്ചു നോക്കിയാൽ മതി. വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞ വാരിയബിളിന് നിങ്ങളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഫംഗ്ഷന്റെ വാല്യൂ പി ഓഫ് എക്സ്, ആൽഫ ആണെങ്കിൽ പി ഓഫ് ആൽഫ, അതിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത്. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് വാല്യൂ കൊടുക്കുമ്പോൾ ഏത് വാല്യൂനാണത് 0 ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഈക്വൽ ടു 0 വരുന്നത് ഏതാണ്? ആ വാല്യൂ ആണ് നമ്മൾ 0 ഓഫ് ദ പോളിനോമിയൽ, റൂട്ട് എന്ന് പറയില്ലേ. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കി പോയാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അതാണ് കുറച്ചും കൂടെ ആവശ്യം. നമുക്ക് ഇത് തിയറിയാണ്, നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. PDF ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാം. ലീനിയർ പോളിനോമിയൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. എക്സിന്റെ പവർ 1 ആയിട്ടുള്ള പോളിനോമിയലാണ് ലീനിയർ പോളിനോമിയൽ. സൊല്യൂഷൻ ഒബ്വിയസ്ലി ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞ സൊല്യൂഷനാണ് ലീനിയർ പോളിനോമിയൽ ഉണ്ടാവുക. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അതിന്റെ ഗ്രാഫ്, ലീനിയർ പോളിനോമിയലിന്റെ ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അതൊക്കെ ഓർത്ത് വെച്ചോളൂ. പിന്നെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അത് ഓപ്പൺസ് അപ്വേർഡ്സ്, മുകളിലേക്ക് തുറന്നിരിക്കുന്ന പരാബോളയായിട്ട് മാറും. ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0, പരാബോള ആയിരിക്കും അതിന്റെ ഗ്രാഫ്. മുകളിലോട്ട് തുറന്നിരിക്കുന്ന പരാബോളയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. താഴോട്ട് ഇരിക്കുന്ന പരാബോളയാണെന്നുണ്ടെങ്കിൽ എ ലെസ് ദാൻ 0 ആയിരിക്കും വേണം കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക. ഗ്രാഫ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫ് ഒബ്വിയസ്ലി പരാബോള ആയിട്ടാണ് കിട്ടുക നമുക്ക്. ഓക്കെ,
ദെൻ അതിന്റെ റൂട്ട്സിന്റെ കേസ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ആൽഫയും ബീറ്റയും ആണ് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ റൂട്ട് എങ്കിൽ സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ബി, അതിന്റെ നെഗറ്റീവ് മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. അപ്പോൾ സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് മൈനസ് ബി ബൈ എ. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ആൽഫ ബീറ്റ ഇസ് സി ബൈ എ. കോഎഫിഷ്യന്റ് ഓഫ് കോൺസ്റ്റന്റ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എ. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ, ആൽഫ ബീറ്റ സി ബൈ എ. ഓർത്ത് വെച്ചോളൂ കേട്ടോ. സം ഓഫ് റൂട്ട്സ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. Okay, sum of roots and product of roots. ഇനി ഇതിൽ തന്നെ ക്യൂബിക് പോളിനോമിയൽ ഉണ്ട്. ഇതുപോലെ എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ക്യൂബിക് പോളിനോമിയൽ. ആ ക്യൂബിക് പോളിനോമിയലിന്റെ റൂട്ട്സ് തമ്മിലുള്ള റിലേഷൻ ഓർത്ത് വെച്ചോളൂ. ആൽഫ ബീറ്റ ഗാമ അതിന്റെ റൂട്ട്സ് ആണെങ്കിൽ സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈനസ് ബി ബൈ എ. ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് മൈനസ് ബി ബൈ എ. ആൻഡ് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു റൂട്ട്സ് ആൽഫ ബീറ്റ പ്ലസ് ആൽഫ ഗാമ പ്ലസ് ബീറ്റ ഗാമ എന്ന് പറയുന്നത് സി ബൈ എ ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് സി ബൈ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എ. ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ആൽഫ ബീറ്റ ഗാമ ഇസ് മൈനസ് ഡി ബൈ എ. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ആൽഫ ബീറ്റ ഗാമ ഇസ് മൈനസ് ഡി ബൈ എ. ഓക്കെ, അതൊക്കെ ഓർത്ത് വയ്ക്കുക. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെ എല്ലാവർക്കും അറിയാലോ. മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ബി സ്ക്വയർ മൈനസ് 4ac ആണ് നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്ന് പറയാ അല്ലെ. ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള റിയൽ റൂട്ട്സ് ഉണ്ടാവും. ഈക്വൽ ടു 0 ആകുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള ഒരു റിയൽ റൂട്ട് ഉണ്ടാവും. ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള കോൺജുഗേറ്റ് പെയർ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് സൊല്യൂഷൻ ആയിട്ട് വരിക. അതൊക്കെ അറിയാലോ, ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. യെസ്, അപ്പോൾ 9ാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു. ക്യൂബിക് പോളിനോമിയലിന്റെ റിലേഷനും കൃത്യമായിട്ട് തന്നെ എഴുതി വെക്കാം. 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 10. Roots of the equation a minus b into x square minus 2ax plus a plus b equal to 0 are equal, rational, irrational, imaginary. പ്ലസ് ടു സ്റ്റുഡൻസിനോട് ചോദിക്കുന്ന പോലെ നമ്മളോട് അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാനൊന്നും ആയിരിക്കില്ല ഇതിൽ ചോദിക്കുക. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് വരിക. ഇതിന്റെ റൂട്ട്സ് ഈക്വൽ ആണോ, റൂട്ട്സ് റാഷണൽ ആണോ, റൂട്ട്സ് ഇറാഷണൽ ആണോ, റൂട്ട്സ് ഇമാജിനറി ആണോ എന്നാണ് ചോദ്യം. ഈക്വൽ, ഇമാജിനറി, റിയൽ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ റാഷണൽ ഇറാഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് വരുന്നതും റൂട്ട് വരാത്തതും, അതാണ് അർത്ഥം കേട്ടോ. റൂട്ട് വരുന്നതും റൂട്ട് വരാത്തതും അത്രയും മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, റൂട്ട് വരുന്നതും റൂട്ട് വരാത്തതും. നമുക്ക് ഡിസ്ക്രിമിനന്റ് അറിയാലോ. എങ്ങനെയാണ് ഡിസ്ക്രിമിനന്റ് നമ്മൾ എഴുതുക? അപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് ബി സ്ക്വയർ മൈനസ് 4ac ഇസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റിയൽ, ഡിസ്റ്റിങ്ക്റ്റ്, ലെസ് ദാൻ 0 ആണെങ്കിൽ ഈക്വൽ ടു 0 നോക്കുക. അത് അതല്ലേ, ഈക്വൽ ടു 0. റിയൽ, ഈക്വൽ റൂട്ട്സ് ആൻഡ് ലെസ് ദാൻ 0 ആണെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർ റൂട്ട്സ്. അങ്ങനെയാണ് ഉണ്ടാവുക. ശരിയല്ലേ? ഓക്കെ, ഇതാണ് നമുക്ക് അറിയാവുന്ന കാര്യം. ശരി, ഇനി ഈ ബി സ്ക്വയർ മൈനസ് 4ac കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ, നമുക്ക് എന്ത് പറയാം? അതൊരു റാഷണൽ റൂട്ട് ആണെന്ന് പറയാം. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഇറ്റ് ഈസ് എ റാഷണൽ റൂട്ട്. പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ അതൊരു ഇറാഷണൽ റൂട്ട് ആണെന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ചെയ്യേണ്ടത്.
ഓക്കെ, നോക്കി നോക്കാം നമുക്ക്. ഇവിടുത്തെ എയും ബിയും സിയും ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞേ. ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി, ഇതാണ് നമ്മുടെ സി. അപ്പൊ നമ്മുടെ ഡിസ്ക്രിമിനന്റ് എന്തായിരിക്കും? ബി സ്ക്വയർ മൈനസ് 2a ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താ? എ മൈനസ് ബി. സി എന്ന് പറയുന്നത് എന്താ? എ പ്ലസ് ബി അല്ലേ? ഇതാണ് നമ്മുടെ ബി സ്ക്വയർ മൈനസ് 4ac. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ തന്നിട്ടുള്ളതും നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്തിട്ട് എയും ബിയും സിയും ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് എഴുതിയ എക്സ്പ്രഷൻ ആണിത്. നോക്കൂ, ദിസ് ഇസ് ഈക്വൽ ടു 4a സ്ക്വയർ മൈനസ് ഇതെന്തെന്ന് വരും? 4 ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4a സ്ക്വയർ മൈനസ് 4a സ്ക്വയർ പ്ലസ് 4b സ്ക്വയർ. ശരിയല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. Therefore, ആ എ സ്ക്വയർ നെഗറ്റീവ് പോസിറ്റീവ് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് 4b സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഡിസ്ക്രിമിനന്റ് ആണെങ്കിൽ നമുക്ക് ഡി എന്നൊക്കെ എഴുതാം, അതിന് ഡിസ്ക്രിമിനന്റ് ഡി. അപ്പൊ ഡിയുടെ വാല്യൂ ഇവിടെ എന്താ കിട്ടിയത്? നമുക്ക് 2b ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇതെന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. Therefore, roots are rational. Roots are rational. Option B ആണ് അതിന്റെ ആൻസർ വരിക. Roots are rational. Because നമുക്ക് കിട്ടിയത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതൊരു റാഷണൽ റൂട്ട് ആയിരിക്കും. ബി സ്ക്വയർ മൈനസ് 4ac ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. റൂട്ട് ഇല്ലാത്ത എക്സ്പ്രഷനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുക അല്ലേ? അതാണെങ്കിൽ അതെന്തായിരിക്കും? റാഷണൽ റൂട്ട്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് 11ാമത്തെ ചോദ്യം ചെയ്യാം. ഏകദേശം ഇതേ കാറ്റഗറിയിലുള്ള ചോദ്യമാണ് 11ാമത്തെ ചോദ്യം. നോക്കാം. If a, b, c are integers and a plus c is b, the equation ax square minus bx plus c equal to 0 has equal roots, irrational roots, rational roots, imaginary roots. യെസ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്ത് റൂട്ട്സ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റണം. അഗെയിൻ നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനന്റ് ആണ് എടുക്കുക അല്ലെ? ബി ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ മൈനസ് ബി ആണ് ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. സി എന്ന് പറയുന്നതും സി ആണ്. ഇതിൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. സാധാരണ ബി സ്ക്വയർ മൈനസ് 4ac ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ? നമ്മൾ സാധാരണ എഴുതുന്ന ബി സ്ക്വയർ മൈനസ് 4ac ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ ആർക്കും? ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ? അതിനാണ് നമുക്കൊരു കണ്ടീഷൻ ഇവിടെ തന്നിട്ടുള്ളത്. എന്ത് തന്നിട്ടുണ്ട്? എ പ്ലസ് സി ആണ് ബി എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ബിക്ക് പകരം നമുക്ക് ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എ പ്ലസ് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹോൾ സ്ക്വയർ മൈനസ് 4ac എന്ന് വരും. എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. എക്സ്പാൻഡ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഐഡന്റിറ്റി ഉപയോഗിക്കാൻ അറിയാം അല്ലെ? ഐഡന്റിറ്റി ഉപയോഗിക്കുക. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 4ac, സോറി 4ab എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഇനി വേണമെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യാട്ടോ. അങ്ങനെ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ac മൈനസ് 4ac ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ac അല്ലെ? ഇതിനെന്ത് എഴുതി നമ്മൾ? എ മൈനസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇത് ഐഡന്റിറ്റി ആണ്. ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് എ മൈനസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ അറിയാവുന്ന ആൾക്കാർക്ക് അങ്ങനെ എഴുതാം. ഗ്രേറ്റർ ദാൻ 0 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഗ്രേറ്റർ ദാൻ 0 എന്നല്ല, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയർ ആണോ ഡി? ആൻസർ എന്തായിരിക്കും? റാഷണൽ റൂട്ട്സ് എന്ന് നമുക്ക് പറയാം അല്ലെ? പെർഫെക്റ്റ് സ്ക്വയർ ആണോ ഡി? ആൻസർ റാഷണൽ റൂട്ട്സ്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരോടാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഇത് കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട്, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് അടിക്കാത്ത ആളുകൾക്ക് ഇത് ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് ഒരുവിധ ഐഡിയ അറിയാം. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. മൈനസ് ബി പ്ലസ് 1 മൈനസ് ബി. അതൊന്നും പ്രത്യേകിച്ച് ആരെയും പഠിപ്പിക്കേണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ സ്കൂൾ മുതലേ പഠിച്ചു വന്നിട്ടുള്ളതാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്.
അത് നമുക്കൊന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോഴും പറയുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഇവിടത്തെ കാര്യമാണ്, ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സിന്റെ കാര്യമാണ്, നമുക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ റിയലും കോംപ്ലക്സും ഫങ്ഷണലും ടോപ്പോളജിയും ഡിഫറൻഷ്യൽ ഇക്വേഷനും നമ്പർ തിയറിയും ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാവുന്ന ടോപ്പിക്കുകൾ വളരെ കുറച്ചായിരിക്കും. ചിലപ്പോൾ ടച്ച് ഇല്ലാത്തത് കൊണ്ടൊക്കെ നമുക്ക് അറിയാത്ത ടോപ്പിക്കുകൾ കുറച്ചായിരിക്കും. എന്നാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ആയിട്ടുള്ള ഐഡിയ കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഐഡിയ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റാത്ത, കൺസെപ്റ്റ് കംപ്ലീറ്റ് പഠിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഔചിത്യം പോലെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ല, റിവിഷൻ കിട്ടിയാൽ എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും. മറ്റത് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് നോക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, അതല്ലാതെ ഇത് മുഴുവനായിട്ട് ഞാൻ പഠിക്കും എന്ന് വിചാരിച്ച് ആരും പോകണ്ട. നമ്മുടെ കയ്യിലുള്ള സാധനം നമ്മൾ നന്നായിട്ട് പോളിഷ് ചെയ്ത് നമുക്കറിയാവുന്ന ടോപ്പിക്കുകൾ നന്നായിട്ട് മനസ്സിലാക്കി അതിലത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യാം. പ്ലസ് നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസ്, അറിയാത്ത ടോപ്പിക്കിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം കളക്ട് ചെയ്ത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറച്ചാണ് ഉള്ളത്, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ 12ാമത്തെ ചോദ്യം നോക്കൂ. 12. The set of values of m such that the roots of the equation 3x square plus 2x plus m into m minus 1 equal to 0 are of opposite signs is. m ന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ഇവിടെ ചോദ്യം. ഓക്കെ, അതിന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇവിടെ the set of values of m such that the roots of the equation are of opposite signs. ഇവിടത്തെ റൂട്ട്സ്, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ഓപ്പോസിറ്റ് സൈനിൽ വരുന്ന റൂട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എമ്മിന്റെ വാല്യൂസ് എവിടെ ഉണ്ടാവും, ഏത് ഇന്റർവെല്ലിൽ ഉണ്ടാവും എന്നാണ് ചോദ്യം. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 3x സ്ക്വയർ പ്ലസ് 2x പ്ലസ് m ഇൻറ്റു m മൈനസ് 1 ഈക്വൽ ടു 0 ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. ഇനി ഇതിന്റെ റൂട്ട്സ് ഓപ്പോസിറ്റ് സൈൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, സപ്പോസ് ആൽഫയും ബീറ്റയും ആണ് അതിന്റെ റൂട്ട്സ് എങ്കിൽ ഓപ്പോസിറ്റ് സൈൻ ആയിക്കഴിഞ്ഞാൽ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ ഓൾവേസ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അത് ആൽഫ പോസിറ്റീവ് ആണെങ്കിൽ ബീറ്റ നെഗറ്റീവ്, ആൽഫ നെഗറ്റീവ് ആണെങ്കിൽ ബീറ്റ പോസിറ്റീവ്. അതല്ലേ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൽഫ ബീറ്റ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ഓൾവേസ് ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടുന്ന് ആൽഫ ബീറ്റ എന്താണെന്ന് നിങ്ങൾ നോക്കൂ. സം ഓഫ് ഫ്രൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് ഫ്രൂട്ട്സും എന്താണെന്ന് നോക്കി നോക്കൂ. സം ഓഫ് ഫ്രൂട്ട്സിന്റെ ആവശ്യമില്ല, നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ഫ്രൂട്ട്സ് മതി. ആൽഫ ബീറ്റ എന്തായിരിക്കും നോക്കി നോക്കിയേ. ആൽഫ ബീറ്റ ഇസ് സി ബൈ എ അല്ലേ. ഇവിടുത്തെ സി എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു എം മൈനസ് 1 ബൈ എ എന്ന് പറഞ്ഞാൽ 3 അല്ലേ. ഇതെന്തായിരിക്കണം? ലെസ് ദാൻ 0 ആയിരിക്കണം. ഇവിടുത്തെ സി, ഇത് എ. ഇപ്പൊ സി ബൈ എ ലെസ് ദാൻ 0 അല്ലെ. ലെസ് ദാൻ 0 ആയിരിക്കണം. പ്രോഡക്റ്റ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ വാല്യൂ ലെസ് ദാൻ 0. വാല്യൂ ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ 3നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് കിട്ടും? നമുക്ക് എം ഇൻറ്റു എം മൈനസ് 1 ഇസ് ലെസ് ദാൻ 0 എന്ന് കിട്ടും. 0ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ. ഇതും എഗെയിൻ രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് ആണ്. എമ്മിന്റെയും എം മൈനസ് 1ന്റെയും പ്രോഡക്റ്റ് ആണ്. അത് 0 ആവണം, ലെസ് ദാൻ 0 ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് പോസിബിലിറ്റിയാ ഉള്ളത്. ഒരു പോസിബിലിറ്റി എന്താ? ആദ്യത്തെ കേസിൽ എം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എം മൈനസ് 1 ലെസ് ദാൻ 0 ആവണം. എം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എം മൈനസ് 1 ലെസ് ദാൻ 0 ആവണം. എം മൈനസ് 1 ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എം ഇസ് ലെസ് ദാൻ 1. എം 1നേക്കാൾ ചെറുത്, എം 0നേക്കാൾ വലുത്. എം 1നേക്കാൾ ചെറുത്, എം 0നേക്കാൾ വലുത്. 1നേക്കാൾ ചെറുത്, 0നേക്കാൾ വലുത്. ഏതായിരിക്കും? കറക്റ്റ് അല്ലേ? 0 ലെസ് ദാൻ എം ലെസ് ദാൻ 1. ഓക്കെ, 0 to 1 എന്ന് പറഞ്ഞ ഇന്റർവെൽ ഉണ്ട്. ഓക്കെ, അത് തന്നെയാണ് നമ്മുടെ ആൻസർ. രണ്ടാമത്തെ കേസും കൂടെ നിങ്ങൾ നോക്കിക്കോളൂ. എം ഇസ് ലെസ് ദാൻ 0, എം മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ എം മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എം ഇസ് ഗ്രേറ്റർ ദാൻ 1. എം ലെസ് ദാൻ 0, എം ഗ്രേറ്റർ ദാൻ 1 പോസിബിൾ അല്ല. അപ്പൊ രണ്ടാമത്തെ കേസ് അവിടെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അപ്പൊ ഇവിടെ വരുന്ന എമ്മിന്റെ വാല്യൂ ഏതിലായിരിക്കും ഉണ്ടാവുക? ഓപ്ഷൻ എ 0 to 1 ഉണ്ടാവുക. ഓപ്ഷൻ എ 0 to 1 എമ്മിന്റെ വാല്യൂസ് ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ,
ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഇന്ന് ഈ പഠിച്ച കാര്യങ്ങൾ, ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് പഠിച്ച കാര്യങ്ങളും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക, മനസ്സിലാക്കുക. നാളെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ നാളെ രാവിലെ ഞാൻ ഗ്രൂപ്പിലും ആപ്പിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചെയ്ത് നോക്കാം. ഓക്കെ. ഇനി ഇന്ന് ലോങ് ടേം ബാച്ചിൻ്റെ 9 മണിയുടെ ക്ലാസ് ഇന്നില്ല കേട്ടോ. ഇന്നില്ല, നാളെ ആയിരിക്കും ആ ക്ലാസ് ഉണ്ടാവുക. ഞാൻ ഗ്രൂപ്പിൽ പറയാം. ഓക്കെ, റൈറ്റ്. ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണ്. ശരി, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് പറയാം.